രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരവും പാശ്ചാത്യ രീതികളോടുള്ള അനുകരണവുമാണ് നമ്മളെ നമ്മുടെ സംസ്കാരത്തിൽ നിന്നും അകറ്റി നിർത്തുന്നതെന്നും അതിൻ്റെ തിക്ത അനുഭവങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്നും ബ്രഹ്മചാരിണി നൈവേദ്യാമൃത ചൈതന്യ ടി.വി.പുരം കവലയ്ക്ക് സമീപമുള്ള ചെമ്പിൽ അരയൻ നഗറിൽ നടന്ന ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അവർ. ഒരു ഭയം അതവർ നമ്മളിൽ തന്നിരുന്നു. അതിലാണ് നമ്മൾ പല കാര്യങ്ങളും തെറ്റുകൾ ചെയ്യാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമ്മുടെ ഈ സ്ഥലത്തിൽപ്പെട്ട കുട്ടികൾ തന്നെയുണ്ട് ഒരുപാട്. അവർക്ക് ആരെയും ഭയമില്ല. അവർ ചെയ്യുന്നത് തെറ്റാണെന്നൊരു ബോധം പോലും അവർക്കില്ല. നമ്മുടെ ആശ്രമത്തിൽ നിന്ന് ജയിലുകളിൽ യോഗ പഠിപ്പിക്കാനും സത്സംഗത്തിനൊക്കെയായി കുറച്ച് ബ്രഹ്മചാരിണികൾ പോയിരുന്നൊരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ കണ്ട പല അനുഭവങ്ങളും അവർ നമ്മളോട് വന്ന് വിവരിച്ചിട്ടുണ്ട്. അതിലൊരു സ്ഥലത്ത് ഉണ്ടായത്, കുറേ കുറ്റവാളികളുടെ കൂടെ ഒരു 18 വയസ്സ് കഴിഞ്ഞ കുട്ടിയാണ്. ഒരു കുട്ടി അതിൽ പെട്ടു. അവനായി യോഗ സമയത്തും സത്സംഗ സമയത്തും എല്ലാം വളരെയധികം വിഷമിച്ച് കരയുന്നത് കണ്ടു. സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്ന ബ്രഹ്മചാരിണി നൈവേദ്യാമൃത ചൈതന്യയെ പൂർണ്ണകുംഭം നൽകി വേദിയിലേക്ക് ആനയിച്ചു. ഹിന്ദു ഏകതാ സംഘാടക സമിതി ചെയർമാൻ ശ്രീ ദൈവത്തറ സന്തോഷ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്ത കാര്യകാരി സദസ്യൻ ശ്രീ പി.ജി. സജീവ് മുഖ്യ പ്രഭാഷണം നടത്തി. ഭാരതത്തെ രക്ഷിക്കാൻ സാധിക്കും എന്ന് മനസ്സിലായതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. ഈ നാടിന്റെ അസ്തിത്വം നട്ടല്, അസ്മിത, അത് ഹിന്ദുത്വമാണ് എന്ന് തിരിച്ചറിഞ്ഞു. ഇപ്പൊ നമ്മളെല്ലാവരും പറയും നമ്മൾ ഹിന്ദുവാണ് എന്ന് പറയുമ്പോഴും ആ ഹിന്ദുത്വ ബോധം നമ്മളിലുണ്ടോ? എന്താണ് ഹിന്ദുത്വം? ആ ഹിന്ദുത്വം തന്നെയാണ് ദേശീയത്വം. ഈ നാടിന്റെ പേരാണ് ഹിന്ദുത്വം. പ്രധാനമായും ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം, അലാവുദ്ദീൻ ഖിൽജി, മുഹമ്മദ് ഗസ്നി, അതേപോലെ തന്നെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ അധിപനായിരുന്ന ഔറംഗസീബ് കൊള്ളയടിക്കുകയും നശിപ്പിക്കുകയും ചെയ്തു. ഇന്ന് 1947 സ്വാതന്ത്ര്യത്തിന് ശേഷം ബഹുമാന്യനായ പട്ടേൽ നേതൃത്വം നൽകി ക്ഷേത്രം പുനരുജ്ജീവിപ്പിച്ചു. ഇന്ന് ഈ അടുത്ത കാലത്ത് ഇന്ത്യ ഗവൺമെന്റ്, ഭാരത സർക്കാർ വീണ്ടും അത് പുനരുജ്ജീവിപ്പിച്ച് ഇപ്പോൾ തലയുയർത്തി നിൽക്കുകയാണ്. വിദ്യാഭ്യാസ കലാരംഗങ്ങളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. സമ്മേളനത്തിന് മുന്നോടിയായി കുലശേഖരമംഗലം രാധേശ്യാം സമിതിയുടെ ഭജന സംഘടിപ്പിച്ചു. വിവിധ സമുദായ സംഘടനാ പ്രവർത്തകരടക്കം 100 കണക്കിന് ആളുകളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. വി വിഷൻ ന്യൂസ്, വൈക്കം.